ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കൂനം കൂട്ടി കുറേ കഷ്ടങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ എന്താണ് ചെയ്യാൻ പോണത് എന്ന് വിചാരിക്കും നിങ്ങൾ. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുവിന് ഒരു 3 മാസത്തേക്കുള്ള ഫുഡ് ഞാൻ ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിനുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു. ഇത് ബാച്ച് നമ്പർ 1 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അവന് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയത്. അതേമാതിരി തന്നെ ഇത് ബർത്തേ ആണ്, അതായത് പംകിൻ ബർത്ത, പിന്നെ ചീര കൂട്ടാൻ, ചീരമുളകൂഷ്യം, സാധാരണ പോലെ ചീരമുളകൂഷ്യം, അതേമാതിരി തന്നെ കുമ്പളങ്ങിയും ഇതും കൂടി ഇട്ടിട്ടുള്ള മോരൊഴിച്ച കൂട്ടാൻ, കുമ്പളങ്ങിയും പരിപ്പും ഇട്ടിട്ടുള്ള സാധാരണ പോലത്തെ കൂട്ടാൻ, അതേമാതിരി തന്നെ മാമ്പഴ പുളിശ്ശേരി, മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി, പിന്നെ ചേന ഫ്രോസൺ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചേന മെഴുക്ക് വരട്ടി, അതേമാതിരി അമരയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ എന്താണ് പറയുക പടവലങ്ങ ഗാർലിക് ഫ്രൈ, ക്യാബേജ് തോരൻ, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ കുക്കിംഗ് ചെയ്ത് എങ്ങനെയാണ് അടുക്കളയൊക്കെ വളരെ വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തത്. എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടികളുണ്ട്. വേറെ പരിപാടികൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണ് അവൻ്റെ ഫ്രീസർ ഉള്ളത്. അപ്പോൾ ഈ ഫ്രീസറിൽ ഞാൻ 3 ലെയറായിട്ടാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുമോ നാട്ടിലത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഫ്രീസിങ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രീസിങ്ങിൽ നിങ്ങളൊരു സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ പോർഷനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്രീസർ ബാഗിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സിംഗിൾ പോർഷൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് ആക്കിയിരിക്കുന്നത്. നാട്ടിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 100 പ്രാവശ്യം കറണ്ട് പോകും. അങ്ങനെ 100 പ്രാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കേടുവരും. അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാരണ്ടിയും തരില്ല. നാട്ടിലുള്ള ആൾക്കാർ ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയില്ല. കറണ്ട് പോവില്ല എന്ന് ഉറപ്പ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കാം. അങ്ങനെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു. ഒരു തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മുകളിൽ എഴുതാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് മനുവിനിപ്പോൾ തിരയേണ്ടി വരുന്നുണ്ട്. പക്ഷേ അവൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് അവനൊരു വീട്ടിലത്തെ ഭക്ഷണം കഴിച്ച് വളർന്ന കുട്ടിയാണ്. അതുമാത്രമല്ല അവന് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം താനും. പിന്നെ അവിടുന്ന് എപ്പോഴൊക്കെ അവൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ്റെ വയറിനൊരു പ്രശ്നവും വന്നിട്ടുണ്ട്. സോ അവൻ ഹോംലി ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നവരേക്കും 3 മാസത്തേക്കുള്ളത് ഞാൻ കരുതി വെച്ചിരിക്കണം. അവന് ചോറ് മാത്രം വെച്ചാൽ മതി എന്നുള്ളത്. സന്തോഷമായിട്ട് ഒരു ബോക്സ് നിറയെ അവന് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായിട്ട് അവൻ ഫ്രീസറിൽ കയറ്റാൻ പോയി. ഇതൊക്കെ വളരെ ഉപയോഗമായിട്ടുള്ള രീതിയിലാവുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തെ കുക്കിംഗ് എന്ന് നോക്കണമെങ്കിൽ ഫസ്റ്റ് ബാച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ അവൻ കോളേജിൽ പോയിരിക്കുന്ന സമയത്താണ് ഞാനിത് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്കി വെച്ച പാത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും അവന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഞാനത് പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫ്രീസർ ബാഗിൽ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രീസർ ബാഗ് ഒരിക്കലും തമ്മിൽ ഒട്ടില്ല. ആ ഫ്രീസർ ബാഗ് ഇങ്ങനെ നന്നായിട്ട് ഫ്രോസ്റ്റ് ആയിട്ടുണ്ടാവും. അതിനെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതിനെ ഒരു മൈക്രോ ഓവൻ പ്രൂഫിലുള്ള ഒരു ബൗളിൽ വെക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഓവണിൽ ഒരു ഡീഫ്രോസ്റ്റ് മോഡ് ഏതാണോ ഉള്ളത് നോക്കുക. ആ ഡീഫ്രോസ്റ്റ് മോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഡീഫ്രോസ്റ്റ് മോഡിലേക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് അതിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ട്, അതായത് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കിയതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും അവൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്മ ഇപ്പോൾ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് ഉപ്പേരി പോലെയുണ്ട്, അമ്മ ഇപ്പോൾ ഉണ്ടാക്കിയ ചെമ്മീൻ പോലെയുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഡീഫ്രോസ്റ്റ് മോഡിൽ വെച്ചിട്ട് ഞാനതിനെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്തു. അത് നല്ല ചൂടോടുകൂടി നല്ല ഫ്രഷായിട്ട്. അപ്പോൾ കോളേജിൽ നിന്ന് ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരയ്ക്കൊന്നും അവന് യൂണിവേഴ്സിറ്റി ഇല്ല. അപ്പോൾ ഓരോ സമയത്താണ് അവൻ്റെ ക്ലാസ്. അപ്പോൾ ചില സമയത്ത് അവൻ രാവിലെ നേരത്തെ പോവും, എന്നിട്ട് 11 മണിയാകുമ്പോൾ തിരിച്ചു വരും. അതേമാതിരി ചില സമയങ്ങളിൽ 11 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്കേ തിരിച്ചു വരുള്ളൂ. സോ
അങ്ങനെ അവനൊരു ടൈം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ഓരോ കുട്ടികൾ അവിടെ വന്നിട്ട് അതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ആ ടൈം മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റാണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ടൈം നീ വളരെ ക്ലെവറായിട്ട് നീ യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരിക, ചോറ് വെക്കുക, ഇല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് പോവുക, കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, വന്നു കഴിഞ്ഞ ഉടനെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ആ ചോറും കൂട്ടിയിട്ട് നിനക്ക് കഴിച്ചിട്ട് പോവാം. അനാവശ്യമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമേ നിനക്ക് വരില്ല. ഇട്ട മല്ലിയില അടക്കം ഗ്രീൻ കളർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുള്ള രീതിയിലാണ് ആ ഡീഫ്രോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് വരാം, ഒരുപാട് ആൾക്കാരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ എത്ര കാലം നിങ്ങൾ ചെയ്തു കൊടുക്കും നിങ്ങളുടെ കുട്ടിക്ക്? നിങ്ങൾ എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ മകനെ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതെ ഇതാക്കും? അവൻ പുറത്തുനിന്ന് കഴിക്കേണ്ടെന്നോ പുറത്തുനിന്ന് കഴിച്ചാൽ തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലായില്ലേ? അത് 100 എന്തൊക്കെ തന്നെ അതിനുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പറഞ്ഞാലും 3 നേരം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് 1 ദിവസവും 2 ദിവസവും ഒന്നുമല്ല, 6 കൊല്ലം പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുമ്പോഴേക്കും എന്തായിരിക്കും കോലം, എന്തായിരിക്കും ഹെൽത്ത്? അപ്പോൾ അവൻ സ്വയം കുക്ക് ചെയ്യാൻ പ്രാപ്തനാവുന്ന വരയ്ക്കും അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ തന്നെ ഒരു കറി ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച് അങ്ങനെ ഒരു ലെവലാവുന്ന വരയ്ക്കും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവന് സഹായം ചെയ്തു കൊടുക്കും. അതിലൊരു തെറ്റുമില്ല, അത് ഏതൊരു അമ്മയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചുകൂടെ, എന്തിനാണ് ഇപ്പോൾ ഇത്രയൊക്കെ? ഒരു കുഴപ്പമില്ല. പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്, അവർക്കത് സെറ്റാവണു, നമുക്കത് സെറ്റാവുന്നില്ല, അത്രമാത്രം. അപ്പോൾ ഇനി വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, 2 ബാഗുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ എന്ത് ചെയ്യും? പൊതുവേ ഫ്രീസർ ബാഗ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതേമാതിരി തന്നെ സിപ്പ് ലോക്ക് ബാഗ്സിൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. സിപ്പ് ലോക്ക് ബാഗ്സ് പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തുള്ള ഫ്രീസർ ബാഗ്സ് ആണെങ്കിൽ സിംഗിൾ സെർവിങ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി അഥവാ ഈ ബാഗ് തമ്മിൽ ഒട്ടുകയാണെങ്കിൽ, ഒട്ടാൻ ചാൻസേ ഇല്ല, ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് വാം വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാഗുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതായത് പുറത്തുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് വർക്ക് ചെയ്യണത്, 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്, പവർ ഫെയിലിയർ ഒന്നും നടക്കില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൽസ് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കാം. അതേമാതിരി തന്നെ മീൽ പ്ലാൻ ചെയ്ത് വെക്കാം. ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്ലാൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഓരോ ബോക്സിൽ ഓരോ ആഴ്ചയ്ക്ക് വേണ്ടത് എഴുതി വെക്കാം. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സമയം നിങ്ങൾക്ക് വെറുതെ ചിലവാക്കേണ്ട ആവശ്യമില്ല. വരിക, കഴിക്കുക, ഇരിക്കുക എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. സോ ഇറ്റ്സ് വെരി വെരി കൺവീനിയൻറ്റ് ആൻഡ് വെരി വെരി ഈസി. ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു ബാച്ചിലർ ആണെങ്കിലും നിങ്ങൾ വർക്കിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഡിഫറൻസ് പോലും നിങ്ങൾക്ക് ഇതിൽ തോന്നില്ല. ഇതിപ്പോൾ നോക്കൂ, അവൻ ചോറുണ്ണാൻ വന്ന സമയമാണ്. ആ സമയത്ത് വന്നു, അവന് ചോറ് ഓൾറെഡി അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് ഈ ഒരു കറി ചൂടാക്കി. 2ാമത്തെ ബാച്ച് ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ്. ഓരോ ദിവസമാണ് ഞാനിത് ചെയ്യുന്നത്. രാവിലെ അവൻ പോകുന്ന സമയത്ത് ഞാനിത് തുടങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വരുന്നവരേക്കും ഞാൻ അതിനെ ചൂടാറും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി പാക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ അവന് വെച്ച് കൊടുക്കും. ഇതാണ്. അപ്പോൾ മെനുവിൽ ഞാൻ ചെമ്മീൻ, അതേമാതിരി തന്നെ സോയയുടെ തന്നെ കീമ, അതേമാതിരി തന്നെ ചുണ്ടൽ, ഇതൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ പീസ് കറി അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഇതേമാതിരി ഞാൻ കെട്ടിവെച്ചു. മെനക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ വെച്ചാൽ ഇത്ര അധികം കുക്ക് ചെയ്യണം, പിന്നെ ഇത്ര അധികം പാത്രം അപ്പോഴും കഴുകാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ ഫ്രീസറിൽ പ്രോപ്പറായിട്ട് കയറ്റണം. അതെല്ലാം നല്ല മെനക്കേട് തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ, കുട്ടി നല്ല സുഖമായിട്ട് കഴിക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ഇത് ഒരു ഹാക്കാണ് കേട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അതായത് ബട്ടൂര ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെയൊക്കെ സാമ്യമായിട്ട് വരുന്ന ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പുറമേ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം.
ടോട്ടിയാസ് കിട്ടില്ലേ, ആ ടോട്ടിയാസിനെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ പൊന്തിയിട്ട് ഏകദേശം ഒരു ബട്ടൂരയുടെ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പുറത്തുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ഒരുപാട് പൂരി ബട്ടൂരാസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. എന്തെങ്കിലും ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഞാനിത് മനുവിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ജസ്റ്റ് എണ്ണയിലേക്ക് ഏത് സൈസ് ടോട്ടിയാസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ടോട്ടിയാസ് ആണ്. അങ്ങനെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ എന്ത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരാൾക്കാർ വരികയാണ് നിങ്ങളുടെ വീട്ടിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടൂര കഴിക്കാൻ തോന്നി, അതായത് ഫുൾ ആൻഡ് ഫുൾ ബട്ടൂരയുടെ ടേസ്റ്റ് ആണോ ചോദിച്ചാൽ അല്ല, എന്നാലോ ഏകദേശം എവിടേക്കൊക്കെയോ വരും. അതുകൊണ്ട് ഈ ഒരു ഹാക്ക് എന്തായാലും നിങ്ങൾ പരിചയമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കൂ. അത് മാത്രമല്ല പുറമേ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് വളരെ വളരെ ഹാൻഡി ആയിരിക്കും. ഓക്കെ, പല ദിവസങ്ങളിലായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾ പല ഡ്രസ്സും കോസ്റ്റ്യൂംസിലും കാണുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം അവൻ കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സോ അവന് ഈ മനുവിനെ സംബന്ധിച്ചിടത്തോളം പൂരി, ചപ്പാത്തി, നാൻ, ബട്ടൂരാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഈ ഹാക്ക് പറഞ്ഞു കൊടുത്തത്. ബിക്കോസ് എന്തായാലും കറി വല്ലതും ആ ഫ്രീസറിൽ ഉണ്ടാവും. അപ്പോൾ വരിക, ഒരു ടോട്ടിയ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോട്ടിയയിൽ ഒരു 5-6 പീസ് ഉണ്ടാവും. അതൊന്ന് ചൂടാക്കിയോ ഇല്ലെങ്കിൽ വെറുതെ ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കാം. ഇനി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അവന് വേറൊരു സംഭവമാണ്. ഇതിൻ്റെ പേരാണ് APG എന്നാണ് കേറ്ററിംഗ് ഇതിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പറയുക. അതിൻ്റെ പേരാണ് ഓൾ പർപ്പസ് ഗ്രേവി. അതായത് നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതേമാതിരി തന്നെ കാഷ്യൂനട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതിനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഓൾ പർപ്പസ് ഗ്രേവി എന്നാണ് പറയുക. ഇതുകൊണ്ട് നമുക്ക് 50ഓളം കറികൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതായത് എല്ലാ കറിക്കും ഒരേ ടേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കും. എല്ലാ കറിയും ഒരേപോലെ ഒരു ദിവസമല്ലല്ലോ ഉണ്ടാക്കുക. ഇന്നൊരു ദിവസം നിങ്ങൾ പനീർ ഉണ്ടാക്കിയാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കൻ ഉണ്ടാക്കാം. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ക്രീം ആഡ് ചെയ്താൽ പനീർ ബട്ടർ മസാല ആക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വെള്ളം തൊടാതെ അരച്ചു വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ചെയ്തിരിക്കുന്നത് ക്യൂബ്സ് ആയിട്ടുള്ള രീതിയിൽ ആക്കി വെച്ചതാണ്. അങ്ങനെ ക്യൂബ്സ് ആയിട്ട് നിങ്ങൾ ആക്കി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി എടുക്കുക, ഫ്രീസറിന് നേരെ പാനിലിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അത് തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഇടാം. ഫോർ എക്സാമ്പിൾ പനീർ ഇടാം, ചിക്കൻ ഇടാം, ഗ്രീൻ പീസ് ഇടാം, സോസേജ് ഇടാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഇതാണ് APG ഗ്രേവി. APG ഗ്രേവി ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ ഞങ്ങൾ കേറ്ററിങ്ങിൽ ഒക്കെ ഒരുപാട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ APG ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഞാൻ 2 ഐസ് ക്യൂബ് ട്രേയിലാണ് അത് ഞാൻ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഒരു 3 ക്യൂബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സെർവിങ്ങിൻ്റെ പോർഷന് അവന് റെഡി ആയിരിക്കും. അതിൽ കൂടെ അവൻ ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പറയുക നോർമലായിട്ട് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അവന് ട്രേയിൽ ആക്കി അങ്ങോട്ട് കൊടുത്തു. സോ ദാറ്റ് ഇത് ഡീപ്പ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ എന്ത് ഗ്രേവി വേണമെങ്കിലും അവന് ഈ എന്ത് ഇത് വേണമെങ്കിലും അവന് എടുത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതൊക്കെയാണ് മനുവിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.